ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഓഫീസ് ഓട്ടോമേഷൻ പവർ പോയിൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പോണൻറ്റ്സ് ഓഫ് ദി പവർ പോയിൻറ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പവർ പോയിൻറ്റ് സ്ക്രീൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഓരോ ടാബുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു പവർ പോയിൻറ്റ് സ്ക്രീനിൽ എന്തൊക്കെയാണ് കാണുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മൾ ആ സ്ക്രീനിൻ്റെ കോമ്പോണൻറ്റ്സ് ഓഫ് ദി പവർ പോയിൻ്റ് ആണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കോമ്പോണൻറ്റ്സ് ഉണ്ട് നമുക്ക് പവർ പോയിൻറ്റിന് നോക്കാം. ഫസ്റ്റ് റിബൺ ആണ്. ഓക്കെ, റിബൺ. നെക്സ്റ്റ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, സ്ലൈഡ് ആൻഡ് ഔട്ട്ലൈൻ ടാബ്, നെക്സ്റ്റ് സ്റ്റാറ്റസ് ബാർ, ദെൻ കറണ്ട് സ്ലൈഡ്, നോട്ട് പാന്, ദെൻ ടൈറ്റിൽ ബാർ. ഇങ്ങനെ എട്ടോളം കോമ്പണൻറ്റ്സ് ഉണ്ട് എന്തിന്, നമ്മുടെ പവർ പോയിൻ്റ് സ്ക്രീനിന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൽ ടൈറ്റിലാണ്. ഓക്കെ, ടൈറ്റിലാണ് ഫസ്റ്റ് വൺ. വി യൂസ് ദ ഫസ്റ്റ് ഇസ് റിബൺ ആണ് ഫസ്റ്റ് വൺ. വി യൂസ് ദ റിബൺ ടു ഇഷ്യൂ കമാൻഡ്. നമ്മൾ റിബൺ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിബൺ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ലൊക്കേറ്റ് നിയർ ദ ടോപ്പ് ഓഫ് ദി പവർ പോയിൻറ്റ് വിൻഡോ. അതായത് പവർ പോയിൻറ്റ് വിൻഡോൻ്റെ ടോപ്പിലാണ് നമ്മൾ റിബൺ എന്ന് പറയുന്ന ഈ സംഭവം ഉള്ളത്. ആൻഡ് ബിലോ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ താഴെയായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ്, സ്ക്രീനിൻ്റെ ടോപ്പിലാണ്, അതേപോലെ ക്വിക്ക് ആക്സസ് ബാറിൻ്റെ താഴെയായിട്ടാണ് റിബൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിബണിന് 9 ടാബുകളാണ് റിബണിലുള്ളത്. ഫയൽ ടാബ് ഉണ്ട്, ഹോം ടാബ് ഉണ്ട്, ഇൻട്രസ്റ്റ് ടാബ് ഉണ്ട്, ഇൻസേർട്ട് ടാബ് ഉണ്ട്, ഡിസൈൻ ടാബ് ഉണ്ട്, ട്രാൻസാക്ഷൻ ടാബ് ഉണ്ട്, ദെൻ ആനിമേഷൻ ടാബ്, സ്ലൈഡ് ഷോ ടാബ്, റിവ്യൂ ആൻഡ് വ്യൂ ടാബ്. ഇങ്ങനെ 9ഓളം ടാബുകൾ റിബണിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. റിബൺ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള റിബൺ. അപ്പോൾ ഇതാണ് നമ്മളെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറാണ്. ഓക്കെ, അപ്പം ഇതും ഇവിടെ താഴോട്ടേക്ക് നമ്മുടെ പവർ പോയിൻറ്റ് സ്ക്രീനാണ് ഉണ്ടാവുക. അതിൻ്റെ മുകളിലും അതേപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ റിബൺ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ടൂൾ ബാർ റിബൺ. ഇതിൽ നമ്മൾ പറഞ്ഞ ടാബുകളാണ് ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ട്രാൻസാക്ഷൻ, ആനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ. ഇങ്ങനെ ടാബുകളും ഉണ്ട്. അപ്പം ഈ ഓരോ ടാബുകളും ഓരോ ടാസ്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ടാസ്കുകൾ, ഓരോ ടാബുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇസ് ഫയൽ ടാബാണ്. ദ ഫസ്റ്റ് ടാബ് ഓൺ ദ റിബണിലെ ആദ്യത്തെ ടാബ് നിങ്ങൾക്ക് നോക്കിയാണ്, ആദ്യത്തെ ടാബാണ് ഫയൽ എന്ന് പറയുന്നത്. അതാണ് ഫയൽ. ദിസ് ടാബ് ഇസ് യൂസ്ഡ് ഫോർ ഓപ്പണിംഗ് എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ, ക്രിയേറ്റിംഗ് ന്യൂ പ്രസൻറ്റേഷൻ, സേവിങ്, പ്രിൻറ്റിംഗ് ഫയൽസ് ആൻഡ് സോ ഓൺ. നമുക്കറിയാം, നമ്മൾ തന്നെ ഒരു ഫയൽ ടാബ് യൂസ് ചെയ്യുന്ന ഏതൊരു ഇതിലായിക്കോട്ടെ ഫയൽ ടാബ് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തുറക്കാനായിരിക്കും, പ്രിൻറ്റ് ചെയ്യാനായിരിക്കും, സേവ് ചെയ്യാനായിരിക്കും. അതേപോലെയാണ് പവർ പോയിൻറ്റിലും പഴയ ഒരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യാനും അതേപോലെ പുതിയൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രസൻറ്റേഷൻ സേവ് ചെയ്യുക, അതേപോലെ പ്രിൻറ്റ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫയൽ ടാബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹോം ടാബാണ്. ഹോം ടാബ് ഇസ് ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് ഫോർമാറ്റ് ദ സ്ലൈഡ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫോർമാറ്റിൽ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഉണ്ടാക്കിയ സ്ലൈഡുകളിൽ എഡിറ്റിംഗ് വരുത്തുക, ഫോർമാറ്റ് ചെയ്യുക, ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് ഹോം ടാബ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ ഹോം ടാബ്. ഇപ്പോൾ ഹോം ടാബിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം ഇത് കറൻ്റ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഹോം ടാബിലാണ്. അപ്പോൾ ഒരു പുതിയ സ്ലൈഡ് എടുക്കാൻ ന്യൂ സ്ലൈഡ് യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ ലേഔട്ട് കാര്യങ്ങൾക്കൊക്കെ, പിന്നെ അതിനെ ബോൾഡ് ആക്കാൻ, ഇറ്റാലിക്സ് ആക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലെ ലെറ്റേഴ്സിന് ചേഞ്ച് വരുത്താൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോം ടാബിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ഇൻസേർട്ടാണ്. ഇൻസേർട്ട് വാരിയസ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓൺ ദ സ്ലൈഡ്. ഇപ്പോൾ ഒരു സ്ലൈഡിലേക്ക് നമുക്കൊരു പിക്ചർ എടുക്കണം എന്ന് വിചാരിക്കുക, പിക്ചർ കൊണ്ടുവരണം. അപ്പോൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. ചാർട്ടുകൾ ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക, അപ്പോൾ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും, ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലൈഡിലേക്ക് നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെ കൊണ്ടുവരാനാണ് ഇൻസേർട്ടിങ് ടാബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഡിസൈൻ ടാബ്, ചേഞ്ചിങ് ദ ലേഔട്ട് ഓഫ് ദി സ്ലൈഡ്. അപ്പം സ്ലൈഡിൻ്റെ ലേഔട്ട്, അതിൻ്റെ ഔട്ട്ലുക്ക് മാറ്റാനാണ് ഡിസൈൻ ടാബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ട്രാൻസാക്ഷൻ ടാബാണ്. ചേഞ്ച് ദ
ട്രാൻസാക്ഷൻ ഇഫക്റ്റ് ദാറ്റ് ആർ അപ്ലൈഡ് വെൻ വി സ്വിച്ച് ഫ്രം വൺ സ്ലൈഡ് ടു നെക്സ്റ്റ്. അതായത് നമുക്ക് എന്താണ് മറ്റൊരു സ്ലൈഡിൽ നിന്ന് വേറൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു എഫക്റ്റ് കാണാൻ പറ്റും. അത് ചേഞ്ച് ചെയ്യാനാണ് ട്രാൻസാക്ഷൻ സ്ലൈഡ് യൂസ് ചെയ്യുന്നത്, ടാബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആൻ ആനിമേഷൻ, എഡിറ്റ് ദ ആനിമേഷൻ ഇഫക്റ്റ് ടു അവർ സ്ലൈഡ്. നമ്മുടെ സ്ലൈഡിൽ ഉണ്ടാകുന്ന ആനിമേഷൻ ഇഫക്റ്റുകൾ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള ആനിമേഷൻ ഇഫക്റ്റ് ഉണ്ടാവും. അത് എന്ത് ചെയ്യാണ്, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനിമേഷൻ ടാബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് ഷോ ടാബ്, നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ സ്ക്രീന് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സംഭവം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലൈഡ് ഷോ ഇടും. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന സ്ലൈഡ് ഷോയിലാണ്, അപ്പോൾ നമ്മൾ അതെന്താണ് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിവ്യൂ ആണ്. റിവ്യൂ പ്രൂഫ് ആൻഡ് ആഡ് കമൻറ്റ് ടു അവർ പ്രസൻറ്റേഷൻ. നമ്മളതിലേക്ക് കമൻറ്റ്സ് പ്രൂഫ് ആഡ് ചെയ്യാനാണ് റിവ്യൂസ് ടാബ്. പിന്നെ വ്യൂ ചേഞ്ച് ഇൻ ദ പ്രസൻറ്റേഷൻ വ്യൂ, നമ്മുടെ ഏത് വ്യൂവിൽ ചേഞ്ച്, ഏത് വ്യൂവിൽ ഏതൊരു ഇതിലാണ് നമുക്ക് പ്രസൻറ്റേഷൻ കാണേണ്ടത്, ആ വ്യൂ ചേഞ്ച് ചെയ്യാനാണ് വ്യൂ ടാബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടാബുകളാണ് നമ്മൾ റിബണിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോമ്പണൻറ്റ് റിബണാണെന്ന് നോക്കാം. നെക്സ്റ്റ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ പോയി സേവ് ചെയ്യണം. അതിന് പകരമായിട്ട് നമുക്ക് വിൻഡോൻ്റെ ടോപ്പിൽ കാണാൻ പറ്റും ഒരു ബോക്സിലായിട്ട് സേവ് ചെയ്യാനുള്ളൊരു ബട്ടൺ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ. അപ്പോൾ നമ്മൾ അതൊക്കെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുക്കുന്നത്, പേര് പോലെ തന്നെ. അതായത് നോക്കുക, സച്ച് ആസ് സേവിങ് എ ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് അൺഡൂയിങ് എ ലാസ്റ്റ് ആക്ഷൻ, റീപ്ലേസിങ് എ ലാസ്റ്റ് ആക്ഷൻ. ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഹെൽപ്പ് ആസ് ടു ആക്സസ് ടു കമാൻഡ് ദാറ്റ് ഫ്രീക്വൻ്റ്ലി ബൈ യൂസ്ഡ് ഡീഫോൾട്ട് സേവ് undo and rindo appear on the quick access toolbar. അതായത് നമുക്ക് അണ്ടോ ചെയ്യാനും റിൻഡോ ചെയ്യാനൊക്കെ നമുക്ക് ക്വിക്ക് ആക്സസ് ആയിട്ടുള്ള ബാറുകളുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെയുള്ളൊരു ചിഹ്നം ഉണ്ടാവും, ഇങ്ങനെയുള്ള അത് അണ്ടോ ആൻഡ് റെഡോ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അതായത് പഴയ ആക്ഷൻസിൽ ചേഞ്ച് വരുത്താണ്. പിന്നെ സേവ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ചിഹ്നം കാണാം. പ്രിൻറ്റിങ് ആണെങ്കിൽ പ്രിൻ്ററിൻ്റെ ഒരു ചെറിയൊരു ബട്ടൺ കാണാം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയലിൽ പോയി ചെയ്യുന്ന കാര്യങ്ങൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് ഔട്ട്ലൈൻ ടാബാണ്. ദ സ്ലൈഡ് ടാബ് ഷോ ദ തമ്പൈനൽ ഐക്കൺ ഓഫ് ദി സ്ലൈഡ്. സ്ലൈഡ് ടാബിൽ എന്താണ് കാണുക, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സ്ലൈഡിൻ്റെ തമ്പൈനൽ ഐക്കൺസ്, അതായത് സൈഡ് ബാറിലായിട്ട് ഇങ്ങനെ നമ്മൾ ഏതൊക്കെ സ്ലൈഡ് 1 സ്ലൈഡ് 2 എന്ന് പറഞ്ഞ് താഴെ കാണാൻ പറ്റും. അതാണ് സ്ലൈഡ് ടാബിൽ കാണാം. ദെൻ ദ ഔട്ട്ലൈൻ ടാബ് ഷോ ദ അവർ പ്രസൻറ്റേഷൻ അറേഞ്ച്ഡ് ഓൺ എ ഔട്ട്ലൈൻ. പിന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഔട്ട്ലൈൻ ടാബിലും കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റസ് ബാർ ആണ്. സ്റ്റാറ്റസ് ബാർ അപ്പിയർ അറ്റ് ദ ബോട്ടം ഓഫ് ദി വിൻഡോ. വിൻഡോൻ്റെ ഏറ്റവും താഴെയായിരിക്കും സ്റ്റാറ്റസ് ബാർ ഉണ്ടാവുക. അവിടെ നമ്മൾ എത്ര നമ്പർ ഓഫ് സ്ലൈഡാണ് ഡിസ്പ്ലേയിൽ കിടക്കുന്നത്, കറൻ്റ്ലി എത്ര നമ്പർ ഓഫ് സ്ലൈഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുക. അതാണ് സ്റ്റാറ്റസ് ബാർ. ടോട്ടൽ നമ്പർ ഓഫ് സ്ലൈഡ് ആൻഡ് നെയിം ഓഫ് ദ ഡിസൈൻ ടെംപ്ലേറ്റ് ഇസ് യൂസ് ഓഫ് ദി നെയിം ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ യൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്, നെയിം ഓഫ് ദി ടെംപ്ലേറ്റ്, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്ലൈഡ്. ഇതൊക്കെയാണ് സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ കറണ്ട് സ്ലൈഡാണ്. കറണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഏരിയ വേർഡ് വി ടൈപ്പ് ആൻഡ് ക്രിയേറ്റ് അവർ പ്രസൻറ്റേഷൻ. നമുക്ക് മെയിനായിട്ടൊരു ഏരിയ ഉണ്ടാവും, ഇത് എല്ലാത്തിൻ്റെയും ഈ ഒരു ഏരിയ എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ ആണ് കറണ്ട് സ്ലൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോട്ട് പാനലാണ്. ലൊക്കേറ്റ് ബെൻറ്റ് ആൻഡ് സ്ലൈഡ് വിച്ച് വി ക്യാൻ യൂസ് ടു ആഡ് നോട്ട് ടു അവർ സ്ലൈഡ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ എന്താണ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നോട്ട്സുകൾ ആഡ് ചെയ്യാനാണ് നോട്ട് പാനൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സൂം കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പണൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണ് സ്ലൈഡിനെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. സൂം ഔട്ട് ആൻഡ് സൂം ഇൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും വേണ്ടിയിട്ടാണ് സൂം കൺട്രോൾ ടാബ് ഉണ്ടാവുക. ആ അടിയിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇങ്ങനെ നമ്പേഴ്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാവും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ അങ്ങോട്ട് ചേഞ്ച് വരുന്നതിനനുസരിച്ച് സൂം ഇൻ ആവും, ഇങ്ങോട്ടാവുമ്പോൾ സൂം ഔട്ട് ആവും. അങ്ങനെയാണ് സൂം കൺട്രോൾ നോക്കുന്നത്. പിന്നെ ടൈറ്റിൽ ബാറാണ്. ദിസ് ഇസ് ദ ടോപ്പ് സെക്ഷൻ ഓഫ് ദി വിൻഡോൻ്റെ ഏറ്റവും മുകളിലുള്ളതായിരിക്കും ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ആ നെയിം, നമ്മൾ ഏതാണോ നെയിം സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു നെയിം ആയിരിക്കും
നമുക്ക് അവിടെ എന്ത് ചെയ്യുക, പ്രസൻ്റ് ആയിട്ട് വരിക. സാധാ നമുക്ക് പവർ പോയിൻ്റ് എന്നായിരിക്കും വരിക, മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ്, അത് ലൊക്കേറ്റ് ചെയ്യിക്കുന്ന ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ബൈ ഡീഫോൾട്ട് നമുക്കത് എന്തായിരിക്കും, പവർ പോയിൻ്റ് എന്നായിരിക്കും അതിൻ്റെ പേരുണ്ടാവുക. നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ നെയിം ആയിരിക്കും ടൈറ്റിൽ ബാറിൽ വരിക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോമ്പോണൻറ്റ്സ് ഓഫ് ദി പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. റിബൺ ഉണ്ട്, അതേപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, സ്ലൈഡ് ആൻഡ് ഔട്ട്ലൈൻ ടാബ്, സ്റ്റാറ്റസ് ബാർ, കറണ്ട് സ്ലൈഡ്, നോട്ട് പാനൽ ആൻഡ് ടൈറ്റിൽ ബാർ, സൂം, കൺട്രോൾ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ബാക്കിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, കോമ്പോണൻറ്റ്സ്. അപ്പം ഈ റിബണിൻ്റെ കോമ്പോണൻറ്റ്സ് ആണ് 9 എണ്ണം, അത് മാറിപ്പോകാനും പാടില്ല കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു.